ലാസ്റ്റ് വീഡിയോയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 4 ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഹെർബ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഗുഡിജയെ പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ അമൃതവള്ളി, ചിറ്റമൃത്, അങ്ങനെ പല പേരിലാണ് അത് അറിയപ്പെടുന്നത്. നമുക്കിത് മെയിൻ ആയിട്ട് നമുക്ക് തണ്ട് നമുക്ക് സ്വരസമാക്കിയിട്ട്, അതായത് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ കഷായമാക്കിയിട്ട്, അതുമല്ലാന്നുണ്ടെങ്കിൽ ചൂർണത്തിന്റെ രൂപത്തിലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ഇലയേക്കാളും കുറച്ചും കൂടെ പൊട്ടന്റ് ആയിട്ടുള്ളത്, അതായത് സ്ട്രോങ് ആയിട്ടുള്ളത് അതിന്റെ തണ്ട് കഴിക്കുന്നത് തന്നെയാണ്. തൊലി കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കഷായം വെക്കുന്നതാണെങ്കിൽ 2 ചെറിയ കഷ്ണം ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നേരെ പകുതിയാക്കി വറ്റിച്ച് കഴിക്കുക. ഇനി ജ്യൂസ് ആയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കഷ്ണം നമ്മുടെ ഈ ഗുഡിജി എടുത്തതിന് ശേഷം ചതച്ച് അതിന്റെ നീരെടുത്തിട്ട് ഒരു 15 മുതൽ 20 ml വരെ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഇതിന്റെ ഉണക്കി പൊടിച്ചതിന് ശേഷമുള്ള ചൂർണം തേനിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ അശ്വഗന്ധമായിരുന്നു. നമുക്കറിയാം, കൊറോണ ടൈമിൽ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് പ്രതിരോധശേഷി കൂട്ടാനും കുറച്ചും കൂടെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ നമ്മൾ ഉപയോഗിച്ച ഒരു സാധനമാണ് അശ്വഗന്ധം എന്ന് പറയുന്നത്. കോമൺ ആയിട്ടും ചൂർണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് ആയിട്ടായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ മറ്റു പല രീതിയിലും നമുക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. അതായത് ക്യാപ്സൂൾ രൂപത്തിൽ അല്ലെങ്കിൽ ടാബ്ലറ്റ്, അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂർണത്തിന്റെ രൂപത്തിൽ, അതുമല്ലാന്നുണ്ടെങ്കിൽ ലേഹ്യത്തിന്റെ രൂപത്തിലൊക്കെ നമുക്ക് അശ്വഗന്ധം ഉപയോഗിക്കാവുന്നതാണ്. ലേഹ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ലേഹ്യം പാലിൽ ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ചൂർണമായിട്ടാണെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ മഞ്ഞളായിരുന്നു. അപ്പോൾ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഘടകം നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റു ചില സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മളതിൻ്റെ ആഗിരണം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നതാണ്. അതായത് മഞ്ഞളിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് അതിൻ്റെ ആഗിരണം 2000 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മഞ്ഞൾപ്പാൽ എന്നുള്ളത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു നുള്ളു മഞ്ഞളും അതേപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിക്കുന്നത് ആഗിരണം വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കറികളൊക്കെ ആഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ അല്പം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടാണ് മഞ്ഞൾ ചേർക്കുന്നുണ്ടെങ്കിലും ആഗിരണം ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ലാസ്റ്റ് വൺ നെല്ലിക്കയായിരുന്നു. അപ്പോൾ ഏറ്റവും പൊട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് നെല്ലിക്കയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് അല്ലെങ്കിൽ പൊടിച്ചതിന് ശേഷമൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ജ്യൂസ് ആക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വെറും വയറ്റിൽ ഓരോ നെല്ലിക്ക വെച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി കൂട്ടാനും നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ നീരെടുത്തിട്ട് അത് ഒരല്പം തേനിൽ ചേർത്ത് ചാലിച്ച് കഴിക്കുന്നത് ഈ ഒരു ബെനിഫിറ്റ് തന്നെ നമുക്ക് തരുന്നുണ്ട്. ചില കോമ്പിനേഷൻസ് ഉണ്ട് ഇതിന്. അതായത് നെല്ലിക്കയും കറിവേപ്പിലയും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ഹെൽത്ത് കൂടാനും, നെല്ലിക്കയും അതേപോലെ തന്നെ മഞ്ഞളിൻ്റെ പൊടിയും കൂടിയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ പ്രമേഹം കൺട്രോളിൽ വരുത്താനും, നെല്ലിക്കയും തേനും കൂടെ ചേർത്ത് കഴിക്കുന്നത് കഫക്കെട്ട്, ചുമ പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് റിക്കവർ ചെയ്യാനും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.